നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ മോനെ, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കണു. എന്താ പ്രശ്നം? നീ വലിയ ടെൻഷനിലാണല്ലോ. അശ്വിൻ സാറ് ഋതിക മേഡം തമ്മിലുള്ള കല്യാണം മുടങ്ങിയത് അച്ഛൻ അറിഞ്ഞല്ലേ? അതില് അവരെന്റെ പേരും വെറുതെ വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ കാരണം മാഡത്തിന്റെ കല്യാണം മുടങ്ങി. നീ പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വർമ്മ സാറിന്റെ ചേച്ചി ഈ അവസരം മുതലാക്കി അവരുടെ മകനുമായി ഋതിക മേഡത്തിന്റെ കല്യാണം പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു. ആ തലതിരിഞ്ഞ ചെറുക്കനുമായിട്ടുള്ള കല്യാണം വർമ്മ സാർ സമ്മതിച്ചോ? അതേന്നെ, വർമ്മ സാറ് പറഞ്ഞുറപ്പിച്ചതുകൊണ്ട് ഋതിക മേഡത്തിനും അതിൽ നിന്ന് പിന്മാറാനാവുന്നില്ല. നല്ലൊരു കുഞ്ഞാ, എല്ലാരോടും കരുണയുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നുകൂടാ മോനെ. എന്ത് വില കൊടുത്തിട്ടായാലും ഇത് മുടക്കണം. വർമ്മ സാറിന്റെ തീരുമാനത്തെ എങ്ങനെയാലും തിരുത്തണം. ഞാൻ ശ്രമിക്കുന്നുണ്ടച്ചാ, പക്ഷേ എളുപ്പമല്ല. ഋതിക മാഡം പോലും സമ്മതിച്ച മട്ട. അമ്മയില്ലാതെ വളർന്ന കുഞ്ഞാ, അതിന് നല്ല വഴി ഉപദേശിക്കാൻ നമ്മളൊക്കെ ഉള്ളു. ഈ നാട്ടുകാർ മുഴുവൻ മഹാറാണിയെ പോലെ കണ്ടു വണങ്ങിയ ഒരാളാ പത്മാവതി അമ്മ. ഒരു പ്രഭാതത്തിൽ അവരെ കാണാതായി. അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് അന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. വർമ്മ സാറിനുള്ള ബഹുമാനം കൊണ്ട് ആരും ഇത് വിഷയാക്കിയില്ല. ചിലതൊക്കെ ഞാനും കേട്ടിരുന്നു. അതിന്റെ പിന്നിലും അംബിക മേഡം തന്നെയാണെന്നാണ് കേട്ടത്. സൂര്യനെ വിഴുങ്ങാൻ നടക്കുന്ന രാഹുവിനെ പോലെ ആ സ്ത്രീ. വർമ്മ സാറിനെ എങ്ങനെ വിഴുങ്ങാമെന്നാണ് അവര് ഗവേഷണം ചെയ്യുന്നത്. ഈ കൂട്ടരിൽ നിന്ന് ഋതിക മാഡത്തെയും വർമ്മ സാറിനെയും രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. പറ്റുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കേ, പുണ്യം കിട്ടും. ശരിയച്ചാ. വർമ്മ സാറിന് എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും? എന്താ ഒരു വഴി? രാജു, ഈ ലോകത്തൊന്നും അല്ലേ? എന്തോ വലിയ ചിന്തയിലാണല്ലോ. എന്താ കാര്യം? നീ അറിഞ്ഞില്ലേ ഋതിക മേഡത്തിന്റെ കാര്യം? ഏത് നേരത്തൊരു ഋതിക മേഡം എന്തിനാ ഇങ്ങനെ ഏതു നേരവും അവളിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നേ? രാജുവിന് ചിന്തിക്കാൻ മറ്റൊന്നുമില്ലേ? മറ്റാരെ കുറിച്ചൊരു വിചാരവും ഇല്ലേ? എന്താ രാജുവിനോട് പ്രേമാണോ? പൊക്കോണം കൺമുമ്പിന്ന്. പ്രണയം പോലും. മനുഷ്യരിങ്ങനെ മുള്ളിന്റെ മുന്നേ നിൽക്കുമ്പോഴാ അവളുടെ ഒരു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രമേ. ദൈവം നീ പോ. വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ. ശല്യപ്പെടുത്താതെ പോ. എന്തായാലും ഋതിക മേഡത്തെ ദീപക്കിന് എറിഞ്ഞു കൊടുത്തൂടാ. രക്ഷിക്കണം. നാളെ തന്നെ വർമ്മ സാറിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. കല്യാണം മുടക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.